എന്തറിയാത്ത ഞാനുണ്ടല്ലോ തട്ടിക്കൂട്ടിയിട്ടൊരു ഹിന്ദി സംസാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. എന്ന് വെച്ചെങ്കിൽ തമിഴ്, തെലുങ്ക്, കന്നഡ, നക്നിക്ക്, ബാരി എല്ലാം നക്നിക്ക് ബാരി ഒന്നും തന്നെയല്ല, മലയാളം എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഹിന്ദിയായിരുന്നു എൻ്റെ ഇന്നത്തേത്. അപ്പോൾ ഹായ് ഹലോ, ഞാൻ നിങ്ങളെ നാസി. മഴയൊക്കെ നെഞ്ഞോട് പോകുന്നില്ല തേടുന്ന ഒരു ഹോസ്പിറ്റൽ വിട്ടൊരു കളിയില്ല. സെയിം അതന്നെ ചാച്ചാനമ്മക്ക് ആവി പിടിക്കാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നലെ രാത്രി ലേറ്റ് ആയതുകൊണ്ട് ബാബിക്കോടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എന്താക്കി ആടെ വരെ എങ്ങനെയും നെഞ്ഞോട് പോകുന്നില്ലത്. ഇത് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുട്ടോ. എങ്ങനത്തെ മഴയെന്നറിയോ എൻ്റെ പൊന്നെ. അപ്പോഴത്തേക്ക് ഭാബി വേഗം വന്നിട്ടുണ്ടായിരുന്നു. ഭാബി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിട്ടാ. ഞാൻ ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി. 8 മണി 8 കാലം ഇറങ്ങും. ഇത് 8:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ ഒന്ന് നോക്കിയിട്ട് വേഗം ചട്ടാപ്പട്ട വന്ന്. ഇത് മഴയെന്ന് പറഞ്ഞെങ്കിൽ അമ്മാതിരി മഴ കേട്ടോ. ഈടെ തിരുമ്പോ നമ്മളെ കുടുംബം മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ജുബിമ, അതേപോലെ എനിക്ക് ജാജി, പിന്നെ അപ്പത്തെ നെയ്ബേഴ്സിലെ ഹിന്ദിക്കാരവരെയും കൂട്ടിക്കൊണ്ട് വന്നത്. എൻ്റെ ഉമ്മ പിന്നെ അങ്ങനെ തന്നെ കേട്ടോ, മനസ്സ് വിശാലമായത് കൊണ്ട് ഉമ്മക്ക് പെട്ടെന്ന് സങ്കടം തോന്നും. അപ്പോഴത്തെ ഹിന്ദിക്കാർ എന്തുണ്ടെങ്കിലും ആ ഹിന്ദിക്കാർ ഉമ്മനെ വിളിക്കൂട്ടെ. ഉമ്മക്ക് അച്ഛ അച്ഛ, തോട ആ ജാവോ ജാവോ, അതല്ലാതെ വേറെ ഒന്നും ഹിന്ദി അറിയില്ല. ഉമ്മക്കായി അത്രയും ഇരുന്ന് എനിക്ക് ജാവോ ബാവോ അതല്ലാതെ വേറെ ഒന്നും അറിയില്ല. ബാവോ നമ്മൾ എന്ത് ഭാഷ അത്? പിന്നെ ബസ് അങ്ങനത്തെ കുറച്ച് 2-3 വർത്താനം എനിക്ക് ഹിന്ദിയിൽ അറിയും. ഉമ്മ എന്താക്കി പകുതി നിന്ന് കൈ തന്നിട്ട് പോയിട്ടാ. ഞാൻ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ച്, പിന്നെ ഇച്ചനെ കുഞ്ഞിനെയും ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അമ്മളത്തേക്ക് ഉമ്മക്ക് എന്തോ അക്ഷയിൽ എന്തോ പോകാനുണ്ടായിന്. ഉമ്മ പറഞ്ഞു നീ ഒന്ന് അവരെ നോക്കച്ചു, ഞാൻ പോയിട്ട് വരാമെന്ന് വെച്ചാൽ അവരെൻ്റെയൊക്കെ തന്നിട്ട് പോയല്ലേ. കുടുങ്ങി മക്കളെ ഞാൻ. ഇവരൊക്കെ ഞാനൊരു വാക്ക് ഓനോട് ചോദിച്ചിന്. അതായത് അവരെ ഹസ്ബൻഡും വൈഫ് രണ്ടാളുണ്ടായിന് കേട്ടോ. അവരെന്തൊക്കെ ആക്കിയിട്ടാൻ പോയത്. ഒരു കുഞ്ഞുണ്ടായിന്. ഞാൻ എന്താ പറയല്, ആ കുഞ്ഞ് പുറത്ത് പോകുമ്പോൾ ആവോ നോട്ട് ജാവോ എന്നല്ല പറഞ്ഞു. എന്തല്ലോ എൻ്റെയൊക്കെ മാക്സിമം എനിക്ക് വരുന്ന ഹിന്ദിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഉമ്മ ഒരു ഹിന്ദിയിൽ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് പോയി. അവർക്കൊന്നും മനസ്സിലായിട്ടാ. ഉമ്മ ലാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അവരെന്നോട് ചോദിക്കുന്നത് എന്ത് ഉമ്മ നാക്കുന്നുണ്ട്. അപ്പം അവന് മനസ്സിലായി ഉമ്മ അവിടെ പോയി. ഞാൻ പറഞ്ഞു ഉമ്മ വിറക്ക് പോയി എന്ന് പറഞ്ഞു മലയാളത്തിൽ. അവർക്ക് തന്നെയോന്ന് ചോദിച്ചാൽ അവർക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അവർ ചോദിച്ച് എനിക്ക് മനസ്സിലാവും കേട്ടോ, ഹിന്ദി ഉറുദു എല്ലാം മനസ്സിലാവും. പക്ഷേ എനിക്ക് എന്താ പറയില്ലേ, ഒന്ന് തിരിച്ച് മുണ്ടാനൊന്നും മനസ്സിലായില്ല, അല്ല അറിയില്ല. പക്ഷേ അവർ പറയുന്നതെല്ലാം വാക്ക് അങ്ങനത്തത് എനിക്ക് മനസ്സിലാവും. സോ അതിനുശേഷം ഞാൻ എന്തൊക്കെ അതിനിടയിൽ നമുക്ക് കുറച്ച് ഒരു ടോക്കൺ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോകുന്നില്ലത്. നമ്മളത് ഒരാൾ ടോക്കൺ എത്ര പറയല് 5, പിന്നെ ഒരാളെ 8. അവരത് കഴിഞ്ഞിട്ട് ഇവർ ടോക്കൺ ഉണ്ടല്ലോ 4ാമത്തെ ടോക്കൺ കേട്ടോ. അതിന് വെയിറ്റ് ആക്കി എൻ്റെ പോലെ ഞാൻ പറഞ്ഞിട്ടത് ഇവരായിരുന്നു കേട്ടോ. ഇവർ രണ്ടാൾ ഹസ്ബൻഡും കുഞ്ഞും, ഹസ്ബൻഡും വൈഫും കുഞ്ഞ് ആടിരിക്കുന്നുള്ളത്. പിന്നെ എൻ്റെ കൂടെ ബാബി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ധൈര്യത്തിലുള്ളത്. ബാബിക്ക് ഒട്ടും അറിയാത്തത് കൊണ്ട് പിന്നെ സമാധാനേ. രണ്ടാൾക്കറിയില്ല. എൻ്റെ ബാബിയിൽ ചാച്ചാൻ്റെ ഓള്, എൻ്റെ ഇച്ചാൻ്റെ ഓളല്ല. ഇച്ചാൻ്റെ ഒക്കെ എങ്കിലും ഹിന്ദി ഓൾ മാത്രം സംസാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, ഒരു സമാധാനം. ഭാബിക്ക് അറിയില്ലല്ലോ, അപ്പോൾ നമുക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഭാബിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമാധാനത്തിലായിട്ടാണ് ഞാൻ ഉണ്ടായത്. പിന്നെ ഡോക്ടർ പറഞ്ഞ അവരെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കുമ്പോഴത്തേക്ക് പിട്ടല്ലേ. അവരെ പേര് കേൾക്കാനോ അവരെ അഡ്രസ്സ് കേൾക്കാനോ ആധാർ ലിങ്ക് ആവുന്നില്ല, ഒന്നാകുന്നില്ല. ലാസ്റ്റ് അടുത്തവർ പറഞ്ഞ് നീ അന്ന് ഇപ്പോൾ പോകണ്ട, ലേഡി ആടെ അഡ്മിറ്റ് ആക്കണം എന്ന് പറഞ്ഞു. അപ്പം നീ ഇവിടെ നിൽക്കണം എന്ന് പറഞ്ഞു. അവരൊക്കെ ഒരു പെണ്ണ് തന്നെ നിൽക്കണം, ആണെങ്കിൽ നിന്നൂടാന്ന് പറഞ്ഞു. കൂട്ടിങ്ങ സിസ്റ്റർ എന്നെ എങ്ങനെ വിടുന്നില്ല. എനിക്കതാ ഞാനിപ്പോൾ പെരക്കെത്തിയിട്ടുള്ളത് കേട്ടാ. സോ എന്താ വെച്ചെങ്കിൽ ഞാനിപ്പോൾ റെഡി ആയിട്ട് പോകുന്നുള്ളത് ചുമ്മുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഇന്നത്തെ ദിവസം ഞാൻ തന്നെ കേട്ടോ. അപ്പോഴത്തേക്ക് ആടുന്ന് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് കയ്യിലാന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞിനെ വിട്ടിട്ട് വന്നിട്ടുള്ളത്. സോ എനിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല, ഇവിടെ ഒരു പെണ്ണുങ്ങൾ എന്തെങ്കിലും വേണം, ആണുങ്ങൾക്കൊന്ന് പറ്റില്ല നിൽക്കാൻ എന്നല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു രാത്രി. അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞത് എന്ത് പറയല്, വൈകുന്നേരം പോയിക്കോന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആണുങ്ങളുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ പറഞ്ഞു. ഇല്ല നീ പോയിക്കോളെന്ന് പറഞ്ഞ സിസ്റ്റർ എൻ്റെ ബാക്കിൽ വിടുന്നില്ല. എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല. സിസ്റ്റർ നല്ല കാഷ്വാലിറ്റി പോയതൊന്നും അറിയാം. ഞാൻ അവിടെ മുങ്ങിയിട്ട് അവരോട് പറഞ്ഞാണ് ഇപ്പം കുറച്ച് ബയ്യ ബേരാന്ന് പറഞ്ഞാൽ ഞാൻ വന്ന് എന്താ വെച്ചാൽ അവർ ഓക്കെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സിസ്റ്ററിന് അവർ വിടുന്നുണ്ടായിട്ട് കേട്ടോ. അവർക്ക് ഒന്നാമത് ഹിന്ദി അറിയില്ല. എൻ്റെ ഹിന്ദി എനിക്കിപ്പോൾ ചിരിക്കണോ കരയാനോ. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ ഹിന്ദി കേട്ടിട്ട് ഡോക്ടറെ ചിരിച്ച് മനസ്സിൽ തന്നെ. എനിക്ക് മനസ്സിലാവാത്തത് ഒരു ആണുങ്ങൾ കേട്ടോ ഡോക്ടറുണ്ട്, അവർക്ക് ഹിന്ദി അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് നേരത്തേക്ക് ഷോക്കായി. പിന്നെ ഞാനുണ്ടല്ലോ അവിടെ നിന്ന് മുങ്ങിയിട്ട് നേരെ പെരക്ക് പോയി മായക്ക് നെഞ്ഞിട്ടല്ല, ഞാനൊരു കോഴിക്കുഞ്ഞിനെ കണിക്കായിട്ടാണ് വേഗം ഫ്രഷ് ആയിട്ട് എന്താക്കി നേരെ ചുമ്മുനെ കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായത് കേട്ടോ. ഓള് പല്ല് ഫില്ലിങ് ആക്കാനുണ്ടായിന്. റൂട്ട് കനാലിൻ്റെ മൂന്നാമത്തെ സെറ്റിങ് ഉണ്ടായത്.
സോ അത് കഴിഞ്ഞിട്ടാകുമ്പോഴത്തേക്ക് പെണ്ണുണ്ടല്ലോ പെരക്കുന്ന ലിപ്സ്റ്റിക്ക് പിടിക്കണം ഭാബി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ മറന്നുപോയി. അപ്പോഴത്തേക്ക് എന്ത് വഴിയില്ലത് ഇനി ഉണ്ടല്ലേ എനിക്കൊന്ന് പള്ളിക്കര വരെ പോകണം. സോ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് ഓക്ക് ലിപ്സ്റ്റിക്ക് വേണമല്ലോ. അങ്ങനെ നല്ല ഷോപ്പിങ്സിൽ പോയിട്ട് ട്രയലുള്ളത് ഇത് മതി അത് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോഴത്തേക്ക് ഓക്ക് ലിപ്സ്റ്റിക്ക് അവിടെ കിട്ടിയല്ലേ. അങ്ങനെ കുറച്ച് ട്രൈ ആക്കിയിട്ട് ഓക്ക് ലിപ്സ്റ്റിക്ക് കിട്ടി. പിന്നെ എനിക്കൊരു ചെരുപ്പ് വേണമായിരുന്നു കേട്ടോ. അവിടെ തപ്പിയിടുമ്പോഴത്തെ എൻ്റെ സൈസിലുള്ള ചെരുപ്പ് ഉണ്ടായിട്ടാ. സോ ഞാൻ അതിന് പൊട്ടിച്ചല്ല അപ്പോൾ ഇട്ടിട്ടുള്ളത് നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ തന്നെ കട കിട്ടിയിട്ടാ ചെരുപ്പ് കിട്ടിയ കൈസ്. സോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് പോകുന്നില്ല ഇതിട്ട്. ഇപ്പോൾ 2-3 ദിവസം ഞാൻ 3 വട്ടം ഞാനിങ്ങനെ സ്ഥിരം ആ ബസ്സിൽ പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ എന്താ നൊസ്റ്റ് അടിച്ചിട്ട് പോകുന്നില്ല ഇതിട്ടാ. ഈ വൈലേ പോകുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ സ്കൂളിൽ പോകുന്ന ആ കാലമാണ് എനിക്ക് ഓർമ്മയായത്. സോ എന്താ പറയല്, നമ്മൾ എന്താ പറയല് കാഞ്ഞാട് നിന്ന് നേരെ ഒരിക്കൽ വിചാരിച്ചു ഓട്ടോറിക്ഷയ്ക്കിട്ട് പോകാം. ഓട്ടോറിക്ഷയിൽ നിന്ന് അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് നല്ല ഇതാവുമല്ലോ. അപ്പോൾ ബസ്സിൽ പോകാമെന്ന് വെച്ചാൽ നേരെ ബസ്സിൽ പോയിട്ടാ ആടെ നിന്ന് ഇറങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഓട്ടോറിക്ഷയ്ക്കിട്ട് പോകുന്നില്ലത്. ഞാൻ എവിടെ പോകുന്നതെന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ സ്കൂളിൽ ഗൈസ് പോയത്. വേറൊന്നുമില്ല, കസിൻ്റെ കൂട്ടിയിട്ട് പെരക്ക് പോകണം. അപ്പോഴത്തേക്ക് ഉള്ള ടെൻഷൻ എന്താ വെച്ചെങ്കിൽ രണ്ടാളെ ഇപ്പോൾ നമ്മൾ ചുമ്മൂനെ കൊണ്ടുപോയെങ്കിൽ സ്കൂളിൽ കൂട്ടാൻ പോയെങ്കിൽ അവർ വിശ്വസിക്കുന്നില്ല. ഓളെ ബാബി എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല. ഈടുന്നും ഈടുത്തവരും വിശ്വസിക്കുന്നില്ല. ഞാൻ അന്നെ ചെറുത് കാണുന്നതുകൊണ്ട് ഇവരെല്ലാം വിചാരിക്കുന്നത് എല്ലാവരും അനിയത്തി ഏട്ടത്തെയും പിന്നെ പ്രശ്നമില്ല. പിന്നെ ഈടുന്ന് പ്രിൻസിപ്പൽ പറഞ്ഞില്ല അയക്കാൻ പറ്റില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട് കേട്ടോ. ലോങ് പോകുന്നുണ്ട്. ഏടെന്നെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ വെയിറ്റ് ആക്കിയിട്ട് നോക്കണം. എന്ന് വെച്ചെങ്കിൽ നെക്സ്റ്റ് വ്ലോഗായിട്ട് ഞാൻ അപ്ലോഡ് ആക്കും. ഞാൻ കുറച്ച് ലോങ് പോകുന്നുണ്ട് ഗൈസ്. സോ അതുകൊണ്ട് എനിക്ക് ഓളമാണ് അമ്മ രണ്ടാൾ പോകുന്നില്ല കേട്ടോ. സോ ആയാനും ഉണ്ട് കൂടെ. അതിന് ഓളെ കൂട്ടിയിട്ട് നമ്മൾ നേരെ എന്താ പറയല് ബസ് കയറിയിട്ട് പോകുന്നില്ലേത്. പിന്നെ ഫസ്റ്റ് ഓളെ പേർക്ക് പോയിട്ട് ഒക്കെ കുറേ ഡ്രസ്സ് എടുക്കാറുണ്ടായിന്. നമ്മൾ കുറച്ച് ദിവസം സ്റ്റേ ആവൂട്ടാം. സോ അതിന് വേണേൽ ഡ്രസ്സെല്ലാം ഓൾ എടുത്തേക്കുന്നില്ലത് വലിയ ബാഗ് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ആക്കിയിട്ട് കണ്ടുനോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കട്ടോ. പിന്നെ ആദ്യം നമ്മൾ നേരെ താഴെ പോയിട്ട് ഓട്ടോറിക്ഷ ആക്കിയിട്ട് നേരെ പെരക്ക് പോകുന്നില്ലത് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും മറക്കല്ലേ. അപ്പോൾ ബൈ ഗൈസ്.